ഇപ്പോൾ NDA യോഗം ചേരുന്നു. അവിടെ ചന്ദ്രബാബു നായിഡുവും JDUവും പൂർണ്ണമായും NDAയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാലും അവരെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും അവർ മാജിക് നമ്പറായ 272 ഏറെ അകലെയാണ്. 234 മാത്രമേ ഉള്ളൂ. ഇനി 38 നമ്പർ കൂടി അധികമായി കണ്ടെത്തുക എന്നുള്ളത് നിലവിൽ JDUവും TDPയും ഇപ്പുറത്ത് വന്നാലും അത് അസാധ്യമാണ്. 28 ആവത്തുള്ളൂ. പിന്നീട് 10 പേരെ കൂടി കണ്ടെത്തണം. ഈ ശിവനാഥ് ഏകനാഥ് കൂടി വന്നാൽ പോലും അത് സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് അത്തരമൊരു ഓപ്പറേഷൻ നടത്തുക എന്നത് ഇന്ത്യ മുന്നണിയെ വലയ്ക്കുന്നുണ്ടാവില്ലേ? അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഒരു ജനവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ജനവിധി വന്നിട്ട് ഏതാണ്ട് 24 മണിക്കൂറാകുന്നു. ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യ മുന്നണി ഇത്തരത്തിലുള്ളൊരു നീക്കമൊക്കെ ഈ ഘട്ടത്തിൽ നടത്തുമെന്ന്. ഒന്നാമത്തെ കാര്യം 240 അംഗബലമുള്ള നരേന്ദ്രമോദിയെ തന്നെയാണ് സാധാരണഗതിയിൽ ദ്രൗപദി മുർമു രാഷ്ട്രപതി വിളിക്കുക. ഏറ്റവും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയെ വിളിക്കുക എന്നുള്ളതാണ് ഒരു പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി നിശ്ചയമായിട്ടും അവസരം കൊടുക്കുക നരേന്ദ്രമോദിക്കും BJPക്കും തന്നെയായിരിക്കും. സ്വാഭാവികമായും ഇന്നിപ്പോൾ നമ്മളിരിക്കുമ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു കഴിഞ്ഞു. കൃത്യമായ കണക്കുകൾ അദ്ദേഹം ലെറ്റർ ഓഫ് സപ്പോർട്ടൊക്കെ കൈമാറി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യതയൊന്നും ഈ നിമിഷം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനായിട്ട് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നു എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ശ്രമിച്ചാൽ തന്നെ വിജയിക്കുകയുമില്ല. കാരണം എന്താ വെച്ചാൽ ചന്ദ്രബാബു നായിഡു വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഉറച്ചു നിൽക്കും NDAയോടൊപ്പം എന്ന്. അതുപോലെ തന്നെ JDUവും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനെ കൗതുകകരമാക്കുന്ന ഒരു കാര്യം നമുക്കറിയുന്നത് പോലെ ഇക്കുറി അധികാരത്തിൽ വരുന്നത് BJP മന്ത്രിസഭയല്ല, മറിച്ച് NDA ക്യാബിനറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 2014 2019 ഒരു സഖ്യകക്ഷിയുടെ പിന്തുണ പോലും ആവശ്യമില്ലാതെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. സ്വാഭാവികമായും അതിൻ്റെ മുൻതൂക്കം BJPക്ക് മന്ത്രിസഭയിലുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, 2014 2019 നരേന്ദ്രമോദി BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് നിന്നുകൊണ്ടാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം. ആ 2 അഭിസംബോധനകളുടെയും സമയത്ത് BJP ഹെഡ്ക്വാർട്ടേഴ്സിലെ ഈ പോഡിയത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ബാനർ എന്ന് പറയുന്നത് BJP എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബാനറായിരുന്നു. വലിയ അക്ഷരത്തിൽ BJP എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബാനറായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു വ്യത്യാസമുണ്ട്, അവിടെ NDA എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു മുന്നണി ഭരണമാണെന്നുള്ളതിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, ആ കോൺഫിഡൻസ് ഘടകകക്ഷികൾ ഉണ്ടാക്കുന്നതിൽ കൂടിയാണ് BJP ഏകപക്ഷീയമായിട്ടല്ല ഇപ്രാവശ്യം മുന്നണി സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരുന്നു എന്നൊരു തോന്നൽ ആ മുന്നണിയിലെ എല്ലാവർക്കും ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ ബാനർ വലിച്ചു കെട്ടിയത് എന്നുള്ളതാണ്. അവിടെ നിന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇനി വരുന്ന NDA ക്യാബിനറ്റിനകത്ത് ആർക്കൊക്കെ എന്തൊക്കെ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി തുടർ ദിവസങ്ങൾ വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഡിഫൻസ് പോലൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗിനെ പോലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. അതേപോലെ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് ജയശങ്കറാണ്. പക്ഷേ ഈ വകുപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നിതിൻ ഗഡ്കരിയാണ് സർഫസ് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായിട്ട് BJP തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മുന്നണി സർക്കാരിലേക്ക് പോകുമ്പോൾ നിശ്ചയമായും മുന്നണി സർക്കാരിനകത്ത പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തും. അവർക്ക് മെച്ചപ്പെട്ട വകുപ്പുകൾ കിട്ടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവർ എന്തിനാണ് തങ്ങൾ ഈ മുന്നണിക്കോടൊപ്പം നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു സാധൂകരണം ലഭിക്കണമെങ്കിൽ കൃത്യമായും ഒരു വലിയ പ്രാതിനിധ്യം അവർക്കുണ്ടാകണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, ആ അവകാശവാദങ്ങളൊക്കെ ഈ പറയുന്ന മുന്നണി യോഗത്തിൽ ഉന്നയിക്കപ്പെടും. അതൊക്കെ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പല വകുപ്പുകളും TDPക്കും അതേപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കും രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിക്കും, എന്തിനേറെ പറയുന്നു അപ്നാദൾ പോലെ 2 മെമ്പർമാർ മാത്രമുള്ള പാർട്ടിക്കും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മുന്നണി സമ്മർദ്ദം എന്തായാലും ഉണ്ടാകും. എന്നാൽ നിലവിൽ യാതൊരു അട്ടിമറി സാധ്യതയും ഞാൻ കാണുന്നില്ല. NDA പൂർണ്ണമായും അധികാരത്തിൽ വരും. NDA ക്യാബിനറ്റ് അധികാരത്തിൽ വരും. ഏതെങ്കിലും ഘടകകക്ഷികളെ അവിടെ നിന്ന് അടർത്തിക്കൊണ്ട് ഇപ്പുറത്തേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. അത് ഈ 2 പ്രഖ്യാപനങ്ങളോടെ, JDUവിൻ്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു, ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. സോ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി പോകുന്ന പ്രശ്നമില്ല. വീണ്ടും 3ാമത്തെ ഊഴവുമായി നരേന്ദ്രമോദി തന്നെ അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ശനിയാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ്. അത് വളരെ സ്മൂത്തായിട്ട് തന്നെ നടക്കും. ആരൊക്കെ മന്ത്രിസഭയിൽ വരുന്നു, ഏതൊക്കെ വകുപ്പുകൾ BJPക്ക് കിട്ടുന്നു, ഏതൊക്കെ വകുപ്പുകൾ സഖ്യകക്ഷികളിലേക്ക് പോകുന്നു, ഇത് മാത്രമാണ് ഇനി കൗതുകരമായൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.